നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. ബാറിൽ അക്രമം, 7 യുവാക്കൾ അറസ്റ്റിൽ. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി ആദരണീയം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വാടാനപ്പള്ളിയിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. മദ്യലഹരിയിൽ സുഹൃത്തിനെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷം സിമന്റ് ഇഷ്ടിക കൊണ്ട് ക്രൂരമായി ആക്രമിച്ച് തലയിലും നെഞ്ചത്തും മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ കോട്ടയം കാഞ്ഞിരപ്പള്ളി വടക്കപ്പാറ വീട്ടിൽ സാജൻ ചാക്കോയെയാണ് വാടാനപ്പള്ളി പോലീസ് സംഭവസ്ഥലത്ത് നിന്നും പിടികൂടിയത്. അടൂർ പത്തനംതിട്ട സ്വദേശി പടിഞ്ഞാറ്റേതിൽ വീട്ടിൽ അനിൽകുമാർ എന്നയാളും സാജൻ ചാക്കോയും തൃത്തല്ലൂർ മോളു ബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നവരാണ്. ഇവർ ഒന്നിച്ചു താമസിച്ചു വരുന്ന മോളു ബസാറിന് സമീപത്തുള്ള വീടിന്റെ 1ാം നിലയിൽ വെച്ച് മദ്യപിക്കുകയും തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടയിലാണ് കൊലപാതകവും ഉണ്ടായത്. സാജൻ കൊണ്ടുവന്ന ഒരു സ്റ്റാഫ് തന്നെയാണ്, ഡ്രൈവർ തന്നെയാണ് ഈ മരിച്ച അനിൽ എന്ന് പറയുന്നത്. അത് 3 മാസമായിട്ടുള്ളൂ അനിൽ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. അനിൽ ഇന്നലെ സാജൻ സപ്ലൈക്ക് പോയി കഴിഞ്ഞ് വന്ന് ഒരു 8 മണിയോടുകൂടി തിരിച്ചെത്തുകയും റൂമിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവർ താമസിക്കുന്ന ഈ വീടിൻ്റെ മുകളിലത്തെ ഇതിലാണ് താമസിച്ചിരുന്നത്. അവിടെ ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങളും ചെയ്തു എന്നാണ് പറയുന്നത്. താഴെ മലയാളികളും 3-4 ഹിന്ദിക്കാരും താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മുകളിൽ നിന്ന് വർത്തമാനം പറഞ്ഞ എന്തോ കാരണത്താലുണ്ടായി ഈ മരിച്ച അനിൽ താഴത്തേക്ക് ചാടുകയും ഒപ്പം തന്നെ സാജൻ പുറത്തേക്കുള്ള കോണിപ്പടി വഴി ഇറങ്ങി വരികയും ചെയ്തു. വരുന്ന വഴിയിൽ ഹോളോ ബ്രിക്സിൻ്റെ കല്ല് കാണുകയും അതെടുത്ത് ഈ മരിച്ച അനിയുടെ തലയിലടിച്ചു എന്നാണ് സാജൻ പോലീസിൽ വിളിച്ചു പറഞ്ഞ വിവരം. വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ VS ബിനു, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലക്ഷ്മി, റഫീഖ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, ജിനേഷ്, സിവിൽ പോലീസ് ഓഫീസർ അമൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പട്ടാപ്പകൽ തൃപ്രയാർ ജംഗ്ഷനിൽ ഗുണ്ട ലഹരി സംഘത്തിന്റെ വിളയാട്ടം. ആക്രമണത്തിൽ ചുമട്ട് തൊഴിലാളിക്ക് പരിക്കേറ്റു. ചുമട്ട് തൊഴിലാളികൾ വിശ്രമിക്കുന്ന കടവരാന്തയിൽ വെച്ചാണ് ചുമട്ട് തൊഴിലാളിയായ തൃപ്രയാർ തിരുനിലം നെമ്പട്ടി രാധാകൃഷ്ണനെ സംഘം ആക്രമിച്ചത്. ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിയേറ്റ രാധാകൃഷ്ണന്റെ വലത് കൈയിലും വലത് ചെവിയിലും പരിക്കേറ്റു. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9:30യോടെയാണ് ആക്രമണമുണ്ടായത്. 4 ബൈക്കുകളിലായി എത്തിയ സംഘം സമീപത്തുണ്ടായിരുന്നവരെ ഭീഷണിപ്പെടുത്തിയാണ് രാധാകൃഷ്ണനെ ആക്രമിച്ചത്. മറ്റൊരു ചുമട്ടുതൊഴിലാളിയാണ് സംഘം ലക്ഷ്യം വെച്ചതെന്നാണ് അറിയുന്നത്. രാവിലെ ആയതിനാൽ രാധാകൃഷ്ണൻ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 7-ന് തൃപ്രയാർ സബ് രജിസ്ട്രാർ ഓഫീസിനടുത്ത് ഫർണിച്ചർ സ്ഥാപനത്തിൽ ട്രസ്റ്റ് ജോലിയുടെ സാധനങ്ങൾ ഇറക്കുന്നത് സംബന്ധിച്ച തർക്കം സംഘട്ടനത്തിലെത്തിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണമെന്ന് കരുതുന്നു. വളപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളിൽ ചിലർ പോലീസ് പിടിയിലായതായി സൂചനയുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി. പരേതനായ MP ശശിധരന്റെ കുടുംബത്തിനാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി CL റാഫേൽ ഫണ്ട് കൈമാറിയത്. സൗഭാഗ്യനിധി പദ്ധതിയിൽ സമ്മാനം ലഭിച്ച അംഗങ്ങൾക്ക് പാരിതോഷികങ്ങളും വിതരണം ചെയ്തു. യൂണിറ്റ് ഭാരവാഹികളായ ജോയ് മോൻ പള്ളിക്കുന്നത്ത്, വർഗീസ് P ചാക്കോ, TD ജോബി തുടങ്ങിയവർ സംസാരിച്ചു. ആ പ്രത്യേക സന്ദർഭത്തിൽ സാമ്പത്തികമായിട്ട് ഒരു സഹായം, ഒരു കൈത്താങ്ങായിട്ട് നിൽക്കാൻ സംഘടനയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനപൂർവ്വം നമ്മൾ അറിയിക്കുകയാണ്. ഭരണത്തിന് തടയില്ല, അതേസമയം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ബാക്കി വെച്ചായിരിക്കും പലരും പോവുക, പ്രതീക്ഷിക്കാത്ത നിലക്ക് വരുന്നതാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്കൊരു സഹായം ചെയ്യാനൊരു അവസരം ലഭിച്ചത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ പല പരിപാടികളിൽ ഒന്നായിട്ടാണ്. കാഞ്ഞാണി കനാൽ പാലം ഫ്രണ്ട്സ് കൂട്ടായ്മ ഒരുക്കിയ വിഷു ആഘോഷം വർണ്ണാഭമായി. പാന്തോട് പഴങ്ങാപ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്നും നാദസ്വരം, കരകാട്ടം, കാവടി എന്നിവയുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര കനാൽപാലം ഫ്രണ്ട്സ് കൂട്ടായ്മ സെന്ററിൽ എത്തിച്ചേർന്നു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് അനീഷ്, സെക്രട്ടറി സതീഷ്,
ട്രഷറർ ശിവപ്രസാദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വടനപ്പള്ളി നടുവിൽക്കര മിഡ് ലാൻഡ് അസോസിയേഷന് സ്വന്തമായി കെട്ടിടമെന്ന ചിരകാല സ്വപ്നം പൂവണിയുന്നു. പള്ളിക്ക് കിഴക്ക് കളിക്കളത്തിന് സമീപം സ്വന്തമായുള്ള സ്ഥലത്താണ് ക്ലബിന് കെട്ടിടം നിർമ്മിക്കുന്നത്. കൂപ്പൺ ഉപയോഗിച്ച് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് സ്വന്തമായി സ്ഥലം വാങ്ങിയത്. ഇവിടെ ഷെഡ് നിർമ്മിച്ചായിരുന്നു ക്ലബിന്റെ പ്രവർത്തനം നടന്നു വന്നിരുന്നത്. ക്ലബ്ബ് പ്രവർത്തകരുടെ വർഷങ്ങളോളമായുള്ള ആഗ്രഹമായിരുന്നു സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക എന്നത്. ആദ്യകാല പ്രവർത്തകനായിരുന്ന മനിൽ ബോസാണ് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ തുക നൽകുന്നത്. കെട്ടിടത്തിന്റെ കല്ലിടൽ മനിൽ ബോസിന്റെ മകൻ മഹിൻ മനിൽ ബോസ് നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് വയോധികർക്ക് നൽകിയ വിഷുപ്പുടവയുടെ വിതരണോദ്ഘാടനം വാടാനപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷിജിത്ത് വടക്കുംചേരി നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് വി.എം. സുബീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ.ഡി. ദേവാനന്ദ്, ഗോപിദാസ് വന്നേരി, മനിൽ ബോസ്, വാർഡംഗം സുജിത്ത് എന്നിവർ സംസാരിച്ചു. നിരവധി പേർ പങ്കെടുത്തു. 4 മാസം കൊണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കും. കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ വെട്ടുകത്തികൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. ചൊവ്വാഴ്ച വൈകിട്ട് പുളിക്കക്കടവ് കള്ളുഷാപ്പിന് മുൻവശത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. വലപ്പാട് സ്വദേശിയായ പതിയാശ്ശേരി വീട്ടിൽ ഷിയാസ് എന്നയാളെ ആക്രമിച്ച കേസിലാണ് എടത്തിരുത്തി കല്ലുംകടവ് സ്വദേശി പട്ടാട്ട് വീട്ടിൽ ഷജീർ, വലപ്പാട് മുരിയാന്തോട് സ്വദേശിയായ കണ്ണൂത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷജീറിന്റെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 3 അടിപിടി കേസുകളും ഉണ്ണികൃഷ്ണന്റെ പേരിൽ 2 അടിപിടി കേസുകളുമുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ എബിൻ, സാബു, ആന്റണി, ജിംബിൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ ലെനിൻ, പ്രണവ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. ഇനി ഒരു ഇടവേള. ഈ അവധിക്കാലം ഉത്സവമാക്കാം ITDCയോടൊപ്പം. കേരള സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് അംഗീകൃത പഠന കേന്ദ്രമായ വലപ്പാട് ITDCയിൽ മൾട്ടിമീഡിയ, ആനിമേഷൻ, ഗ്രാഫിക്സ്, വെബ് ഡിസൈൻ തുടങ്ങിയ നിരവധി IT കോഴ്സുകൾ ഈ അവധിക്കാലത്ത് ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ 1 മുതൽ +2 വരെയുള്ള സ്റ്റേറ്റ് ആൻഡ് CBSE വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും ട്യൂഷൻ ITDCയിൽ നൽകുന്നുണ്ട്. പഠനത്തിൽ ഇത്തിരി പുറകിലാണെങ്കിലും പ്രശ്നമില്ല. മാത്സ്, സയൻസ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും കൃത്യമായി ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ ക്ലാസുകൾ സഹായിക്കും. മ്യൂസിക്, ഡ്രോയിങ്, അബാക്കസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, പിന്നെ ഡാൻസ് ക്ലാസുകളും. പഠനം മാത്രമാക്കാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നു. കോഴ്സ് അവസാനം അടിപൊളിയൊരു ട്രിപ്പും കൂടെ ആവുമ്പോൾ കെങ്കേമോ. അപ്പോ വേഗം പോരെ, നമുക്ക് ഒരുമിച്ച് കളിച്ച് പഠിച്ച് പൊളിക്കാം. ITDCയിൽ ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. ജോയിൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്തോളൂ.
കൊക്കിയിലോല പൂവൻ കുത്തി കണ്ണീലോല ക്ലിം അത്തിപ്പഴം കൊത്തിത്തുന്നു തത്തമ്മ. ഓ അപ്പൊ സി. എന്താണത്? ഇതൊരു എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്ക് ആവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യണ്ടിരിക്കോ? രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയോ? നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തിട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പാ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിനൊപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ്. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വീണ്ടും വാർത്തകളിലേക്ക്. ബാറിൽ വെച്ച് തുറച്ചു നോക്കിയെന്നാരോപിച്ച് 45-കാരനെ നിലത്തിട്ട് മർദ്ദിക്കുകയും വടിവാൾ വീശി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതിന് 2 പേർ അറസ്റ്റിൽ. നാട്ടിക പള്ളത്ത് വീട്ടിൽ വിപിൻ കുമാറിനെ ആക്രമിച്ച കേസിലാണ് നാട്ടിക വട്ടേക്കാട് വീട്ടിൽ അമൽ, പട്ടാട്ട് വീട്ടിൽ മിഥുൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. വിഷുദിനത്തിൽ രാത്രി 7:30 തളിക്കുളത്തെ ബാറിലാണ് സംഭവം. വിപിൻ കുമാറും സുഹൃത്തുക്കളും ബാറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ബാറിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന അമലും മിഥുനും മറ്റ് 2 പേരും ചേർന്ന് ഇവരെ തുറച്ചുനോക്കി എന്നാരോപിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വലപ്പാട് SHO MK രമേശ്, SI എബിൻ, പ്രൊബേഷൻ SI ജിഷ്ണു, ഡ്രൈവർ ഗ്രേഡ് SI ചഞ്ചൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ജനകീയ സൗഹൃദവേദി സംഘടിപ്പിച്ച കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി ആദരണീയം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ട് എനിക്കൊരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ വരുമ്പോഴേ ഇങ്ങനൊരു ബീച്ച് ഫെസ്റ്റിവൽ ഇതിൻ്റെ സംഘാടകർ രൂപം കൊടുത്തത് തന്നെ ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അവർ ഈ തിരക്കിനിടയിലുള്ള ജീവിതത്തിൽ കുറച്ച് സമയം ഈവനിങ്ങിൽ സന്തോഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു ബീച്ച് ഫെസ്റ്റിവൽ പ്ലാൻ ചെയ്തതും ഇന്നിപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിലൊരു എക്കണോമിക്സ് കൂടിയുണ്ട്. ആ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സാമ്പത്തിക വിക്രയം ഇവിടെ നടക്കും. കുറച്ച് കൊച്ചു കടകളുണ്ട്, ടീ ഷോപ്പുകളുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൂടി ആവുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത്. ഇവിടെ ജനങ്ങൾ എത്തിച്ചേരണമെങ്കിൽ പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം, സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഈ ബീച്ച് മേഖലയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. സൗഹൃദവേദി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷനായി. വാമനൻ നെടിയിരിപ്പിൽ മുഖ്യാതിഥിയായി. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു. ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ ക്യാമറാമാനും മാധ്യമ പ്രവർത്തകനുമായ സതീഷ് കല്ലേലിനെ ചടങ്ങിൽ ഡിവൈഎസ്പി VK രാജു ഉപഹാരം നൽകി ആദരിച്ചു. സിവിൽ പോലീസ് ഓഫീസർ ES മണി, പെപ്പിൻ ജോർജ്, അഫ്രിൻ ഫാത്തിമ, TP ഹനീഷ് കുമാർ, ശ്രീലക്ഷ്മി, ജയൻ ബോസ് മാധവൻ, കൃഷ്ണാജന VD, ദേവപ്രിയ KV, കൃഷ്ണരാജ് VJ, ആർച്ച PS, ആര്യൻ PS, ഷിജിൻ KC എന്നിവരും ആദരവ് ഏറ്റുവാങ്ങി. സൗഹൃദവേദി ജനറൽ കൺവീനർ ഷൈൻ നെടിയിരിപ്പിൽ, കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, ട്രഷറർ മധു കുന്നത്ത്, സൗമ്യൻ നെടിയിരിപ്പിൽ, PD ലോഹിതാക്ഷൻ, പ്രജീഷ് കൊല്ലാര, അജ്മൽ ഷെരീഫ്, സുമേഷ് പാനാട്ടിൽ എന്നിവർ സംസാരിച്ചു. ചുഴിയും
വലപ്പാട് ബീച്ചിൽ കാറ്റാടിക്കൂട്ടം കൂട്ടായ്മ വിഷുക്കാഴ്ച പരിപാടി ഏപ്രിൽ 13, 14, 15 തീയതികളിലായി ആഘോഷിച്ചു. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന പരിപാടി വലപ്പാട് ASI ആന്റണി ഉദ്ഘാടനം ചെയ്തു. സുബിൻ പുളിക്കൽ അധ്യക്ഷനായി. വയനാട് ദുരന്തത്തിൽ ബെയിലി പാലം നിർമ്മാണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച വലപ്പാട് സ്വദേശി സുബൈദ് ലയേഷ് കാര്യപ്പറമ്പിലിനെ ഉപഹാരം നൽകി ആദരിച്ചു. നിഖിൽ ദാസ് വടക്കെട്ടി, കൊടിയമ്പുഴ ദേവസ്വം പ്രസിഡന്റ് രാജൻ, ബിജു പനപ്പറമ്പിൽ, സജി വിക്രഞ്ചേരി, രാജു വളവത്ത്, രാജേഷ് വടക്കെട്ടി എന്നിവർ സംസാരിച്ചു. സമാപന ദിവസം സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദ്, ബൽറാം, വിഷ്ണുദാസ്, നിമിഷ എന്നിവർ നയിച്ച ഗാനമേളയും അരങ്ങേറി. ചിന്ത്രാപ്പനി SN വിദ്യാഭവൻ സ്കൂളിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. SN ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ യാമിനി ദിലീപ് അധ്യക്ഷയായി. ചടങ്ങിൽ വിദ്യാർത്ഥിനി അന്നിക ലിഷോയ്, ട്രസ്റ്റ് സെക്രട്ടറി MS പ്രദീപ്, ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് വിജയരാഘവൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, അഡ്മിനിസ്ട്രേറ്റർ സുദീപ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, കബഡി, ത്രോബോൾ എന്നീ ഗെയിമുകളുടെ കോച്ചിംഗ് ക്യാമ്പുകൾ ആരംഭിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, MS പ്രദീപ്, ദീപ TJ, TK ദീപ, KJ രാജേഷ് എന്നിവർ ചേർന്ന് വോളിബോൾ സർവീസ് ചെയ്തുകൊണ്ട് ക്യാമ്പിന് തുടക്കം കുറിച്ചു. ചടങ്ങിൽ കായിക അധ്യാപകരായ ഉണ്ണികൃഷ്ണൻ, നാസർ, ബിജു, ദീപ്, TK രാജേഷ് എന്നിവർ പങ്കെടുത്തു. രക്ഷിതാക്കളും അധ്യാപകരും 100ഓളം വിദ്യാർത്ഥികളും ഒരേ മനസ്സോടെ ക്യാമ്പിന്റെ ഉദ്ഘാടന ആഘോഷത്തിൽ പങ്കുചേർന്നു. നമ്മുടെ സ്കൂളിൽ നമ്മുടെ സ്പോർട്സ് മാഷ് ചാർജ് എടുക്കുന്നതിന് മുൻപ് വരെ ഈ വിദ്യാലയത്തിൽ സ്പോർട്സിൽ ഫുട്ബോൾ എന്തെന്നറിയാത്ത ഒരു വിദ്യാലയമായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് വോളിബോളിനായി. ഈ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇൻഡോർ വോളിബോൾ കോർട്ട് ഉൾപ്പെടെ 5 വോളിബോൾ കോർട്ടുകളുള്ള ഒരു CBSE സ്കൂൾ ഏതെന്ന് ചോദിച്ചാൽ അത് SN വിദ്യാഭവൻ മാത്രമാണ്. വേറൊരു സ്കൂളിലും അത്തരത്തിലുള്ള ഒരു സംവിധാനം വോളിബോളിന് വേണ്ടി കൊടുത്തിട്ടില്ല. ആ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങളെപ്പോലുള്ള കൊച്ചുമക്കൾ ഉൾപ്പെടെ 12th വരെയുള്ള കുട്ടികൾ മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് വോളിബോളിലാണ്. SN വിദ്യാഭവൻ എന്നൊരു ടീം കേരളത്തിൽ എവിടെ കളിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലും നാട്ടിക ചെമ്മാപ്പള്ളി അമ്മ മനസ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിഷുദിനാഘോഷം സംഘടിപ്പിച്ചു. ചെമ്മാപ്പള്ളി കോളനി ഗ്രൗണ്ട് പരിസരത്ത് നടന്ന വിഷുദിനാഘോഷം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കൾ, നമ്മുടെ പ്രദേശവാസികൾ എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടും നമ്മളതെല്ലാം വിഷമത്തിൽ ഒതുക്കി തീർത്തും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, തന്റെ ദുഃഖങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ആഘോഷ പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ സുനിത മനോജ് അല്ലേ, വളരെ കൃത്യമായിട്ട് നന്നായി, ഞാനിത്രയും പ്രതീക്ഷിച്ചില്ല, വളരെ ഭംഗിയായിട്ടാണ് സുനിത വാക്കുകൾ കൊണ്ട് ആ വിഷമപ്രയാസങ്ങളിലേക്ക് ഒരൽപ്പം നമ്മളെ കൊണ്ടുപോയത്. സെക്രട്ടറി സുനിത മനോജ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ CS മണികണ്ഠൻ മുഖ്യാതിഥിയായി. പണിക്കമ്പറമ്പിൽ മുരളി, കൂട്ടായ്മ പ്രസിഡന്റ് രമണി സുരേന്ദ്രൻ, ട്രഷറർ ശൈലജ കൃഷ്ണദാസ്, ശ്രീനിവാസൻ, ജോയിന്റ് സെക്രട്ടറി ജയന്തി സുധീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും രാത്രി തൃശൂർ റെഡ് ക്യാപ് ഫോക്ക് ബാൻഡ് കലാവിധി ഒരുക്കിയ ഗാനമേളയും ഉണ്ടായിരുന്നു. കയ്പമംഗലം തത്വമസി അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിഷു ആരവം സംഘടിപ്പിച്ചു. ചളിങ്ങാട് അഗസ്തേശ്വരപുരം മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ ആലിംഗലമ്മ പെരിഞ്ഞനവും ന്യൂ ആതിരനിലാവ് മാളയും വീരനാട്യം കൈകുട്ടിക്കളി അവതരിപ്പിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ശ്രീജിത്ത് പന്തളത്ത്, ശ്രീകുമാർ പന്തളത്ത്, പ്രണവ് മലയാറ്റിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇടവേള. തൃപ്രയാർ AJ Gold and Diamond ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ Gold and Diamond ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ. ഈ ഫെസ്റ്റിവൽ സീസണിൽ 2 കാര്യം. ഒന്ന്, എമ്പുരാൻ കാണണം. കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ. മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ. സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ. ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ. കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ. പാർട്ടി വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ. 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ. കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ. ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ. ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും. മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയൂ യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. 3 പീടിക സെന്ററിൽ യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ പതാക ഉയർത്തി. തുടർന്ന് ശിങ്കാരിമേളം, ദഫ്മുട്ട് എന്നീ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 3 പീടിക ടൗണിൽ വിളംബര റാലി നടത്തി. റാലി കയ്പമംഗലം ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് ഭാഗം മൈതാനത്ത് അവസാനിച്ചപ്പോൾ 3 പീടികയിലെ ഓട്ടോ ഡ്രൈവർമാരുമായി ചേർന്ന് സൗഹൃദ വടംവലി മത്സരം സംഘടിപ്പിച്ചു. മതിലകം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ അരങ്ങ് 2025 കലാമേള സംഘടിപ്പിച്ചു. മതിലകം OLF GHS സ്കൂളിൽ നടന്ന കലാമേള മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ കൊണ്ട് തന്നെ കുടുംബശ്രീ സംവിധാനത്തെ ലോൺ എടുക്കാൻ മാത്രമാകാതെ പണത്തിനോട് മാത്രമുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകാതെ എല്ലാത്തരം കൂട്ടായ്മകൾക്കും സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉയരാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിനുള്ള നല്ലൊരു കൂട്ടായ്മയായിരിക്കണം. പക്ഷെ അല്ലാതെ നമുക്ക് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതിനെ ഉയർത്തിക്കൊണ്ട് വരാനും ഈ കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങൾ. CDS ചെയർപേഴ്സൺ CB രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൈന ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ OA ജെൻറിൻ, സംസാബി സലീം, രജനി ബേബി, മാലതി സുബ്രഹ്മണ്യൻ, ഉപജീവന ഉപസമിതി കൺവീനർ ഷീജ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും കലാപരിപാടികൾ നടന്നു. ബാറിൽ അക്രമം, 7 യുവാക്കൾ അറസ്റ്റിൽ. വിഷുദിനത്തിൽ ബാറിൽ അതിക്രമിച്ചു കയറി സുരക്ഷാ ജീവനക്കാരനെയും ബാർ ജീവനക്കാരെയും ആക്രമിച്ച സംഭവത്തിൽ 7 യുവാക്കളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക ബീച്ച് കാരേപ്പറമ്പിൽ വീട്ടിൽ അമൽ, വലപ്പാട് കളരിക്കൽ വീട്ടിൽ ആദർശ്, നാട്ടിക ബീച്ച് പുളിക്കൽ വീട്ടിൽ എബൽ, വലപ്പാട് ഡിസ്കോ സെന്റർ സ്വദേശി ചാണാടിക്കൽ വീട്ടിൽ അഖിൻ കൃഷ്ണ, തൃപ്രയാർ സ്വദേശി കളരിക്കൽ വീട്ടിൽ അഭിഷേക്, നാട്ടിക ബീച്ച് സ്വദേശി പാണാട്ടുകയിൽ വീട്ടിൽ മുഹമ്മദ് ഹസൻ, വലപ്പാട് അഞ്ചലശ്ശേരി വീട്ടിൽ അക്ഷയ് എന്നിവരാണ് പിടിയിലായത്. വിഷുവിന് പുലർച്ചെ 1:30യോടെയായിരുന്നു സംഭവം. കയ്പമംഗലം ഇൻസ്പെക്ടർ KR ബിജു, SI അഭിലാഷ്, ജയ്സൺ, മുഹമ്മദ് സിയാദ്, പോലീസുകാരായ അൻവറുദ്ദീൻ, സൂരജ്, ശ്യാംകുമാർ, ഗിൽബർട്ട് ജേക്കബ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. കയ്പമംഗലം പുന്നക്കച്ചാൽ ബീച്ചിനടുത്ത് പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലിയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. ബീച്ച് സ്വദേശികളായ കൈതവളപ്പിൽ അക്ഷയ്, മഠത്തിങ്ങൽ ലാലു എന്നിവരാണ് പിടിയിലായത്. രാത്രി 10 മണിയോടെ അക്ഷയും സുഹൃത്ത് ആദിത്യനും ചേർന്ന് വീടിനടുത്ത് പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാലു ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് സംഘടനമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. ലാലു കത്തിയുമായി വന്ന് ഇരുവരെയും ആക്രമിച്ചു. അതേസമയം ലാലുവിന്റെ വീട്ടിലേക്ക് പടക്കം കത്തിച്ചെറിഞ്ഞത് ചോദ്യം ചെയ്തതിന് അക്ഷയും ആദിത്യനും ചേർന്ന് ലാലുവിനെ മർദ്ദിക്കുകയും ഭാര്യയെ ചവിട്ടുകയും ചെയ്തതിനാണ് അക്ഷയിനെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. കയ്പമംഗലം ഇൻസ്പെക്ടർ KR ബിജു, SI അഭിലാഷ്, ജയ്സൺ, മുഹമ്മദ് സിയാദ്, പോലീസുകാരായ അൻവറുദ്ദീൻ, സൂരജ്, ശ്യാംകുമാർ, ഗിൽബർട്ട് ജേക്കബ് എന്നിവരാണ് പിടികൂടിയത്. ചാഴൂർ ജുമാ മസ്ജിദിൽ മാസം തോറും നടന്നുവരുന്ന നാരിയ സ്വലാത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ 18, 19 തീയതികളിൽ മതപ്രഭാഷണവും ദുആ സമ്മേളനവും നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച അൻവർ സ്വാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴയുടെ പ്രഭാഷണവും നടക്കും. ശനിയാഴ്ച മുഹമ്മദ് മൗലാന സഅദി വല്ലപ്പുഴ ദുആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഖാരി മുളവൂർ മൂവാറ്റുപുഴ നേതൃത്വം നൽകും. ജുമാ മസ്ജിദ് മുൻ ഖത്തീബ് KK സുലൈമാൻ അൻവരി കരുപടന്ന മുഖ്യ അതിഥിയാകും. ആത്മീയ രംഗത്ത് ബിരുദധാരികളായ മൻസൂർ ഫാളിലി, മുഹമ്മദ് മുസ്തഫ ഷാനിദ്, സ്വാബിരി കമീൽ അസ്ഹരി, മഖ്ദൂം സഅദി, എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് എന്നിവരെ ആദരിക്കും. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ KA ബഷീർ, KB നൂറുദ്ദീൻ, പാടത്ത് മജീദ്, മുഹമ്മദ് ഹനീഫ, PK ഷറഫുദ്ദീൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മാസം തോറും നടത്തിവരുന്ന നാരിയത്ത് സ്വലാത്തിന്റെ 25ാം വാർഷികവും മതപ്രഭാഷണവും ദുആ സമ്മേളനവും വളരെ വിപുലമായി നടത്തുവാൻ വേണ്ടി മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഏപ്രിൽ 18-ാം തീയതി 1-ാം ദിവസം
അൻവർ സ്വാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ അവരുടെ മതപ്രഭാഷണവും ഏപ്രിൽ 19 ശനിയാഴ്ച രാത്രി കൃത്യം 8 മണിക്ക് സയ്യിദ് സൈഫുദ്ദീൻ ഫൈസി തങ്ങൾ അൽ ബുഹാരി മുളവൂർ മൂവാറ്റുപുഴ അവരുടെ ദുആ സമ്മേളനവും നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടാനപ്പള്ളിയിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. ബാറിൽ അക്രമം, 7 യുവാക്കൾ അറസ്റ്റിൽ. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി ആദരണീയം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.